നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോൾ പലപ്പോഴും അവർ ചില വേർഡ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പേരൻസിന് പലപ്പോഴും സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഈ പറയുന്ന നോർമലായിട്ടുള്ള കാര്യവും വിക്കൽ എന്ന് പറയുന്ന അഥവാ സ്റ്റാമറിംഗ് എന്ന് പറയുന്ന കണ്ടീഷനും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. നമ്മുടെ കുട്ടികൾക്ക് ഒരു 2.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സമയത്ത് പലപ്പോഴും അവർ സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ വളരെ സ്പീഡായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ, അവർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ, അതും അല്ലെങ്കിൽ അവർ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തോ ഒക്കെ ഇത്തരത്തിലെ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ വാക്കുകളായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ സെൻറ്റൻസുകളായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇതിന് നമ്മൾ ബംപി സ്പീച്ച് എന്നാണ് പറയുക. സ്റ്റാമറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സംസാരിക്കുന്ന ആ ഒരു വാക്കിൻ്റെ ആദ്യത്തെ ശബ്ദം അതിങ്ങനെ നീണ്ടു പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം തന്നെ അവർ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ശരിക്കുള്ള സ്റ്റാമറിങ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതായിട്ടോ, അവരുടെ കണ്ണൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചിമ്മുന്നതായിട്ടോ, അല്ലെങ്കിൽ അവർ നമ്മുടെ കണ്ണിലേക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കുട്ടിക്കുള്ളതായിട്ടോ, അല്ലെങ്കിൽ അത് നീണ്ടു നിൽക്കുന്നതായിട്ടോ, ദിവസം കഴിയുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതായിട്ടോ ഒക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് അവരുടെ ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.